നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2023 ഒക്ടോബർ 7 ആക്രമണത്തിനു ശേഷം പശ്ചിമേഷ്യയിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയായിരുന്നു ഇസ്രയേൽ. ഗാസയിലേക്കും ലെബനനിലേക്കും യമനിലേക്കും ഇറാഖിലെ മിലീഷ്യകൾക്ക് നേരെയും ഇടയ്ക്ക് തലപൊക്കിയ സിറിയ മിലീഷ്യകളെയും ഒരേ സമയം നേരിട്ട് ഇറാന്റെ പ്രോക്സികളുടെ നടുവൊടിച്ചിട്ടു. അമേരിക്ക പോലും സഹായത്തിനില്ലാത്ത സമയത്ത് ഒറ്റയാൾ പോരാട്ടമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇസ്രയേൽ. ഇന്നിപ്പോൾ ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടി അടികൊണ്ട് നടുവൊടിയുന്നു. സഹായത്തിന് ഹിസ്ബുള്ള തലപൊക്കിയെങ്കിലും കാര്യമായ പ്രയോജനം ഇറാനില്ല. കാരണം ഹിസ്ബുള്ളയുടെ അടിവേരിളക്കി ജൂതപ്പട ഒതുക്കിയതാണ്. എന്നാൽ ശക്തരായുള്ളത് യമനിലെ ഹൂതികളാണ്. അവർ ഇസ്രയേൽ അമേരിക്ക അടിപേടിച്ച് മാളത്തിൽ ഒളിച്ചുവെന്ന് റിപ്പോർട്ട്. US ഇസ്രയേൽ സംയുക്ത സേനയുടെ ആക്രമണത്തെ ഇറാനൊപ്പം ചെറുക്കുന്നത് നിലവിൽ ലെബനനിലെ ഹിസ്ബുള്ള തന്നെയാണ്. അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായി കനത്ത പോരാട്ടത്തിലാണ് ഇസ്രയേൽ. എന്നാൽ ഇറാനെ അനുകൂലിക്കുന്ന യമനിലെ ഹൂതികളുടെ മൗനം ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. യമന്റെ വടക്കുകിഴക്കൻ പ്രദേശത്തെ അധികാര കേന്ദ്രമാണ് ഹൂതികൾ. ഇറാനുമായി നേരെ US ഇസ്രയേൽ സംയുക്ത സേന നടത്തുന്ന ആക്രമണത്തെ വാക്കുകൊണ്ട് മാത്രമാണ് ഹൂതികൾ ഇപ്പോൾ എതിർക്കുന്നത്. 2023 ഗാസ യുദ്ധത്തിൽ US-നും ഇസ്രയേലിനും നേർക്ക് ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ആവശ്യമെങ്കിൽ US-നും ഇസ്രയേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിരലുകൾ തോക്കിന്റെ ട്രിഗറിലാണ്. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഏതു നിമിഷവും പ്രതികരിക്കാൻ സജ്ജമാണെന്നും അൽ ഹൂത്തി പറഞ്ഞു. എന്നിട്ടും ഹൂതികൾ സംഘർഷത്തിൽ ഇടപെടാത്തത് എന്തുകൊണ്ട്? മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഹൂതികളുടെ ഈ നിശബ്ദത അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ഇതിനു പിന്നിൽ പലവിധ കാരണങ്ങളാണ് പ്രതിരോധ രംഗത്തുള്ളവർ നിരത്തുന്നത്. ഇതിൽ പ്രധാനം ഇസ്രയേൽ തങ്ങളുടെ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയേക്കാമെന്ന ഭീതിയാണെന്നതാണ് പ്രധാന കാരണം. ഗാസ യുദ്ധസമയത്ത് ചെങ്കടലിൽ US ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ കനത്ത ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. തിരിച്ചടിയായി കഴിഞ്ഞ ഓഗസ്റ്റിൽ സനായിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഖാവി, ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഗുമാരി എന്നിവരുൾപ്പെടെ കുറഞ്ഞത് 12 ഉന്നത നേതാക്കളെയെങ്കിലും ഹൂതികൾക്ക് നഷ്ടമായിരുന്നു. സമീപഭാവിയിൽ ഹൂതികൾ നേരിട്ട ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായിരുന്നു ഇത്. മൊസാദും സംഘവും നേതൃത്വത്തെ ഇല്ലാതാക്കുമോ എന്ന ഭയമാണ് പിന്മാറ്റത്തിനുള്ള കാരണമെന്നാണ് യമൻ ഗൾഫ് മേഖലകളിലെ സംഘർഷങ്ങൾ നിരീക്ഷിക്കുന്ന ലൂക്ക നെവോളയുടെ നിരീക്ഷണം. ഇത്തരം നഷ്ടങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് നിലവിൽ ഹൂതികൾ വിട്ടുനിൽക്കുന്നതെന്ന് നിരീക്ഷകർ കരുതുന്നു. ചെങ്കടലിൽ അസ്ഥിരതയുണ്ടാക്കാൻ സാധിക്കുന്ന സായുധ സംഘമാണ് ഹൂതികൾ. ഗാസയ്ക്ക് പിന്തുണയുമായി ചെങ്കടലിൽ നിരന്തരം ഹൂതികൾ കപ്പലുകളെ ലക്ഷ്യമിട്ടിരുന്നു. 4 കപ്പലുകളെ ഹൂതികൾ മുക്കിയിരുന്നു. ഈ ആക്രമണത്തിൽ 9ഓളം നാവികരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഹൂതികൾക്ക് കഴിയും. US യുദ്ധക്കപ്പലുകളും മേഖലയിലെ സൈനിക ആസ്തികളുമായിരിക്കും ഒപ്പം ലക്ഷ്യം വയ്ക്കുക. ഇസ്രയേൽ ബന്ധമുള്ള UAE-യിലെ ഇടങ്ങളും ഹൂതികൾ ലക്ഷ്യമിട്ടേക്കാം. നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും തങ്ങൾ യുദ്ധത്തിന് സജ്ജമാണെന്നാണ് ഹൂതി തലവൻ അബ്ദുൾ മാലിക് അൽ ഹൂത്തി വ്യക്തമാക്കുന്നത്. തങ്ങളുടെ കൈകൾ ട്രിഗറിൽ തന്നെയാണെന്നും ഏതു നിമിഷവും യുദ്ധത്തിലേക്ക് കടക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹൂതികൾ ഇറാന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണെന്നും തങ്ങളുടെ സൈനിക ശേഷി വരും ഘട്ടങ്ങളിലേക്ക് കരുതി വയ്ക്കുകയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. യുദ്ധം തുടരുകയാണെങ്കിൽ US-ന്റെയും ഇസ്രയേലിന്റെയും ശ്രദ്ധ തിരിക്കാൻ ഇവരെ ഇറാൻ ഉപയോഗിച്ചേക്കാം എന്നാണ് വിലയിരുത്തുന്നത്. യുദ്ധം തുടരുകയാണെങ്കിൽ ഇസ്രയേൽ, അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, മേഖലയിലെ ഇസ്രയേൽ പങ്കാളികളായ UAE, സൊമാലിലാൻഡ് എന്നിവ ഹൂതികളുടെ ലക്ഷ്യമായേക്കാം. കൂടാതെ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശേഷിയും ഇവർക്കുണ്ട്. ഉചിതമായ സമയത്ത് US-നും ഇസ്രയേലിനും എതിരെ രംഗത്തിറങ്ങുമെന്നാണ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി വ്യക്തമാക്കിയിരിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ഇവർക്കെതിരെ ഇസ്രയേൽ ശക്തമായി തിരിച്ചടിച്ചതോടെ തൽക്കാലത്തേക്ക് ഹിസ്ബുള്ള പിൻവാങ്ങിയിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായി ചാരക്കപ്പലുകൾ കാര്യമായി പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിരിക്കുന്നു. ഇത് വലിയ എണ്ണ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. എണ്ണവില ബാരലിന് $100 കുതിക്കുന്നത്. എന്നിട്ടും ഹൂതികൾ മൗനം പാലിക്കുന്നത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അല്പദിവസം കഴിഞ്ഞായിരിക്കും ഹൂതികൾ രംഗപ്രവേശം ചെയ്യുക എന്നാണ് കരുതുന്നത്. ചെങ്കടലിന്റെ തെക്കേ ഭാഗവും ചെങ്കടലിനും ആഡൻ കടലിടുക്കിനും ഇടയിലുള്ള വൻതോതിൽ ചരക്ക് കപ്പലുകൾ പോക്കുവരവ് നടത്തുന്ന ബാബൽ മണ്ടേബ് കടലിടുക്കിലും വൻ സ്വാധീനമാണ് ഹൂതികൾക്കുള്ളത്. ഇവരധികവും ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്താറുള്ളത്. നിലവിലെ യുദ്ധത്തിൽ ഇറാൻ ദുർബലപ്പെട്ടാൽ അത് ഹൂതികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. ഇറാന്റെ സൈനിക കരുത്ത് കുറയുന്നത് ഹൂതികളിലേക്കുള്ള നിയമവിരുദ്ധമായ ആയുധക്കടത്ത് തടസ്സപ്പെടാൻ കാരണമായേക്കും. റഷ്യ, ചൈന, ഇറാൻ എന്നിവിടങ്ങളിൽ നിർമ്മിച്ച ആയുധങ്ങൾ യമനിലേക്ക് കടത്തുന്നുണ്ടെന്ന് UN മുമ്പ് കണ്ടെത്തിയിരുന്നു.
ഇറാന്റെ തകർച്ച തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ഹൂതികൾ ഭയപ്പെടുന്നുമുണ്ട്. അതേസമയം യമന്റെ തലസ്ഥാനമായ സനായിലെ സാധാരണ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. യുദ്ധം ഏതു നിമിഷവും തങ്ങളുടെ നാട്ടിലേക്കും പടരാമെന്ന ഭീതിയിൽ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കളും പാചകവാതകവും ശേഖരിച്ചു വെക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ശനിയാഴ്ച രാത്രിയും ഇന്നലെയുമായി ഇടവേളകളില്ലാതെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കുവൈറ്റിലും ദുബായിലുമായി 3 പേർ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വാക്കു പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിട്ടു. ദുബായിൽ ഓടുന്ന കാറിനു മുകളിൽ മിസൈൽ ഭാഗങ്ങൾ പതിച്ചാണ് പാകിസ്ഥാൻ സ്വദേശിയായ ഡ്രൈവർ മരിച്ചത്. ഇന്നലെ രാവിലെ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ 2 ഇന്ധന ടാങ്കുകൾ അഗ്നിക്കിരയായി. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ബഹ്റൈനിൽ കുടിവെള്ള ശുചീകരണ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടു. എന്നാൽ കുടിവെള്ള വിതരണത്തിന് തടസ്സമില്ല. കടൽവെള്ളം ശുചീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകളാണ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന കുടിവെള്ള സ്രോതസ്. ഇതിനു നേരെയുള്ള ആക്രമണം ദൂരവ്യാപക പ്രത്യാഘാതത്തിന് കാരണമാകും. US സൈനിക താവളം മാത്രം ലക്ഷ്യമിട്ടു തുടങ്ങിയ ആക്രമണം ഗൾഫ് രാജ്യങ്ങളുടെ സ്വത്തുവകകൾക്ക് നേരെ വ്യാപിക്കുന്നത് ഇവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളാക്കും. ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായി മുജ്തബ ഖമനേയിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ ടെഹ്റാനിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതായി രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇസ്രയേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനേയിക്ക് പകരക്കാരനാണ് 56-കാരനായ മുജ്തബ പരമോന്നത നേതാവാകുന്നത്. മുജ്തബയുടെ നിയമനം പ്രഖ്യാപിച്ചതിനു തൊട്ടു പിന്നാലെ ടെഹ്റാനിലെ എഗ്ബതാൻ പരിസരത്തുള്ള വീടുകളുടെ ജനാലകളിലൂടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുവെന്നാണ് റിപ്പോർട്ട്. മുജ്തബയ്ക്ക് മരണമെന്ന് പേർഷ്യൻ ഭാഷയിൽ വിളിക്കുന്ന 17 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. ഇറാനിലെ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്ന അസംബ്ലി ഓഫ് എക്സ്പെർട്സ് ഞായറാഴ്ചയാണ് മുജ്തബയെ പരമോന്നത നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തത്. ഇറാനിലെ വിപ്ലവ പാരമ്പര്യത്തിന് വിരുദ്ധമായി അധികാരം പിതാവിൽ നിന്ന് മകനിലേക്ക് കൈമാറുന്നതിനെ ജനങ്ങൾക്കിടയിൽ വലിയൊരു വിഭാഗം എതിർക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി അടുത്ത ബന്ധമുള്ള മുജ്തബ ഖമനേയി തന്റെ പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനായാണ് അറിയപ്പെടുന്നത്. ഇസ്രയേൽ സഖ്യവുമായുള്ള യുദ്ധം തുടരുമ്പോൾ ഇത്തരം പ്രതിസന്ധികളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്.